നമ്മളൊക്കെ വലിയ ഭക്തിയുള്ളവരാണ് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ് താനും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഭക്തി എന്നുള്ളത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ചെയ്യുന്നതും കാട്ടിക്കൂട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണോ ഭക്തി എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കണം. നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഇതിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനോ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നും പോവാതെ നമ്മളൊരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും വ്യക്തിപരമാണ്. ഇന്ന് നാം ഭക്തി എന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ പലർക്കും ഇന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും നടന്നു പോകുന്നത്. അത് ക്ഷേത്രങ്ങളിലായാലും മറ്റു കേന്ദ്രങ്ങളിലായാലും പല ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം കാണുമ്പോൾ നമ്മളിലുള്ള ഭക്തിയും വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഭക്തി? നമ്മൾ ഭക്തി എന്ന് പറയും നമ്മളെ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണല്ലോ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഭക്തി. അത് ഉള്ളിലുള്ള വലിയൊരു വികാരമാണ് നമ്മുടെ ഭക്തി. യഥാർത്ഥത്തിൽ അതൊരു ആത്മസമർപ്പണമാണ് ഭക്തി എന്നുള്ളത്. ഈ ഒരു ആത്മസമർപ്പണം നമ്മളിലുണ്ടോ? അത് ഉണ്ടെങ്കിൽ മാത്രമേ നാം അതിനെ ഭക്തി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഭക്തി ഒരു കച്ചവട വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നാം ഓരോരുത്തരും നമ്മളിലുള്ള ഭക്തി ഒന്ന് പരിശോധിക്കുക അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ ഭക്തി കച്ചവടമല്ല, അത് കേവലം ആത്മാർപ്പണമാണ്. അതൊരു വൺ വേ ട്രാഫിക്കാണ്. നാം കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ പൂർണ്ണ സമർപ്പണം ചെയ്ത ആളുകളിൽ കാണുന്ന ഒരു വികാരമാണ് ഭക്തി എന്നുള്ളത്. അങ്ങനെ പൂർണ്ണ സമർപ്പണം ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈശ്വര അനുഭൂതിയും ഈശ്വര അനുഗ്രഹവും ഈശ്വരൻ്റെ സാമീപ്യവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. നമുക്ക് ഈശ്വര സാന്നിധ്യം, അല്ലെങ്കിൽ നമുക്ക് ദേവൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ ഒരു അനുഭവം ഇത് നമുക്ക് ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ഭക്തി നമ്മൾ വളരെ ഹൃദയംഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സമർപ്പണം എന്നുള്ളൊരു കാര്യം ഇതിൽ വേണം. നാം ഈ കാട്ടിക്കൂട്ടൽ മാത്രമല്ല, ആ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും നമ്മൾ എത്തിപ്പെടേണ്ടുന്ന ഒരു വലിയ മേഖലയാണ് ഭക്തി എന്നുള്ളത്. അപ്പോൾ ആ ഭക്തി എന്നുള്ള വിഷയത്തെ നാം ഇടയ്ക്കിടയ്ക്ക് ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളത് വളരെ മുഖ്യമാണ്. അപ്പോൾ ഭക്തി ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ മറ്റുള്ളവർക്കത് തിരിച്ചറിയാനോ കഴിയാത്തതാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഭക്തനെന്ന് ഉള്ളത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയും എത്രയോ ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു ഭഗവത് സമർപ്പണം ഉണ്ടായിരിക്കാം. അത് നമുക്ക് പുറമേക്ക് കാണുകയില്ല. അപ്പോൾ ആ ഈശ്വരനോടുള്ള ആ അദമ്യമായിട്ടുള്ള സമർപ്പണം ആർക്കുണ്ടോ? ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു ഭാവം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ഭക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരമയമാണ് എല്ലാം. അതായത് നമ്മുടെ മുന്നിൽ കാണുന്നതിലെല്ലാം ഈശ്വര ചൈതന്യമുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചം ഒട്ടുക്കും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി ചൈതന്യമായിട്ടാണ് ഈശ്വരൻ എന്നുള്ളൊരു ഉറച്ച വിശ്വാസവും അനുഭവവുമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആളുകളിലാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നടക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് നാം ഭക്തിയെ കാണരുത്. അതുകൊണ്ട് നാം ആത്മപരിശോധന നടത്തണം. നമ്മുടെ ഹൃദയത്തിൽ ഏത് തരത്തിലുള്ളതാണ് ഈശ്വരനോടുള്ള അടുപ്പം, അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ചുള്ള സങ്കല്പം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള സർവ്വഭൂതങ്ങളോടുമുള്ള സർവ്വചരാചരങ്ങളോടുമുള്ള നമ്മുടെ ഭാവം എത്തരത്തിലാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അത് നാം ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന നടത്തി നാം നമ്മളെ സ്വയം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ശുദ്ധീകരിച്ച
തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് മുത്തുകളും പവിഴങ്ങളും അതുപോലെ അതിനടിയിലുള്ള മത്സ്യങ്ങളെയും കാണുന്നത് പോലെ നമ്മളിൽ തെളിഞ്ഞ മനസ്സുണ്ടാവുമ്പോൾ, നമ്മുടെ ശുദ്ധമായ ഹൃദയമുണ്ടാവുമ്പോൾ ആ സമയത്ത് നമുക്ക് ഈശ്വരനെ അതിൽ തെളിഞ്ഞ് നേർക്കുനേരെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ശുദ്ധിയാണ്, പരിശുദ്ധിയാണ് നമ്മുടെ ആ ഭക്തി എന്നുള്ളതും, ആ സമർപ്പണമാണ് ആ ഭക്തി എന്നുള്ളതും, വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഈശ്വരനാണെന്നുള്ളൊരു ബോധവും ഉറപ്പുമാണ് ഭക്തി എന്നുള്ളതും. അങ്ങനെ ആ ഭഗവാനോടുള്ള ഒന്നും പ്രതീക്ഷിക്കാതെ, അതുകൊണ്ടാണ് അതൊരു വൺ വേ ട്രാഫിക്കാണ്. അത് അങ്ങോട്ട് മാത്രമുള്ളൂ. ഇങ്ങോട്ട് എന്ത് കിട്ടുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ ഭഗവാന് പൂർണ്ണമായിട്ട് തന മന ധന എല്ലാ തരത്തിലുള്ള സമർപ്പണം, മനസ്സ് സമർപ്പണം, പൂർണ്ണമായിട്ടുള്ള ഹൃദയ സമർപ്പണം, അവിടുന്ന് എന്ത് കിട്ടിയെന്ന് നാം ചിന്തിക്കാതെ ആത്മസമർപ്പണം ചെയ്യുന്ന ആ ഭാവത്തിലേക്ക് ഉയരുവാൻ എല്ലാവർക്കും സാധിച്ച്, എല്ലാവരും യഥാർത്ഥ ഭക്തിയിലേക്ക് ഉയർന്ന് അതിൻ്റെ ആത്മസാക്ഷാത്കാരം നേടാനുള്ള ആ ഈശ്വര അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു.